SSC പരീക്ഷകൾ എഴുതുന്ന എല്ലാവരും ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ ശ്രമിക്കുക. SSC പരീക്ഷയിൽ നടക്കുന്ന മാൽ പ്രാക്ടീസസുമായിട്ട് ബന്ധപ്പെട്ട് അത് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള മെഷേഴ്സ് എന്ന രീതിയിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ നോട്ടീസാണ്. ഇതിൽ വളരെ പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ വീഡിയോയുടെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. അതിൽ ആദ്യം തന്നെ പറയട്ടെ, SSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ലാസ്റ്റ് ആയിട്ട് ഇപ്പോൾ റീസെന്റ് ആയിട്ട് വന്ന നോട്ടീസാണ്. ആ നോട്ടീസ് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു PDF കാണാൻ പറ്റും. അതിൽ ആദ്യം തന്നെ പറയുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലോട്ട് കൊണ്ടുവരാൻ ശ്രദ്ധിക്കുകയാണ്. അതായത് ചില ആൾക്കാർ പരീക്ഷ എഴുതുമ്പോൾ എക്സാംസിന് ആദ്യം തന്നെ നിങ്ങളുടെ പേപ്പറിൽ ആൻസർ പേപ്പർ, നിങ്ങൾക്ക് റഫ് മാർക്ക് ചെയ്യാനുള്ള പേപ്പറിൽ നിങ്ങളുടെ ഉത്തരങ്ങൾ മാർക്ക് ചെയ്തിട്ട് അവസാനം ഓരോന്നായിട്ട് വളരെ പെട്ടെന്ന് ടിക്ക് ചെയ്ത് ഉത്തരം മാർക്ക് ചെയ്യുന്ന ഒരു പ്രവണതയുള്ള ആൾക്കാരുണ്ട്. അങ്ങനെ ചെയ്യുന്ന സ്റ്റുഡൻസ് കുറേ പേരുണ്ട്. അപ്പൊ അത്തരത്തിലുള്ളവർ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. അത് എടുത്ത് പറയുന്നുണ്ട്. ഇവിടെ പറയുന്ന അഡ്വൈസറി ടു കാൻഡിഡേറ്റ്സ് എന്ന് പറഞ്ഞ് ഇവിടെ പറയുന്ന ഒരു കാര്യം ശ്രദ്ധിച്ചേ. ഡു നോട്ട് റൈറ്റ് ഡൗൺ ആൻസേഴ്സ് ഓൺ റഫ് ഷീറ്റ്സ് വിത്ത് ദ ഇന്റൻഷൻ ഓഫ് അറ്റംപ്റ്റിംഗ് ഓൾ ക്വസ്റ്റ്യൻസ് അറ്റ് വൺസ് അറ്റ് ദ എൻഡ്. അതായത് നമ്മുടെ റഫ് പേപ്പറിൽ ആൻസേഴ്സ് മാർക്ക് ചെയ്ത് അവസാനം എല്ലാം ഓരോന്നോരോന്നായിട്ട് പെട്ടെന്ന് മാർക്ക് ചെയ്യാം എന്ന് ചിന്തിക്കുന്നവര് ഒരിക്കലും അങ്ങനെ ചെയ്യരുതെന്നാണ് പറയുന്നത്. സച്ച് ബിഹേവിയർ ഈസ് ഡിറ്റക്റ്റഡ് ആസ് ഫാസ്റ്റ് ആൻസറിങ് ബൈ ദ സിസ്റ്റം ആൻഡ് വിൽ ബി സസ്പെക്റ്റഡ് ആസ് മാൽ പ്രാക്ടീസ്. ഇത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതായത് ഇത് നിങ്ങൾ ആദ്യത്തെ കുറേ സമയം ആൻസേഴ്സ് ഒന്നും മാർക്ക് ചെയ്യാതെ അവസാനത്തെ സമയം എത്തുമ്പോൾ ഒരുമിച്ച് ക്വസ്റ്റ്യൻസ് മാർക്ക് ചെയ്യുമ്പോൾ അതിലെന്തോ മാൽ പ്രാക്ടീസ് നടന്നിട്ടുണ്ട് എന്നായിരിക്കും കമ്പ്യൂട്ടർ റെക്കഗ്നൈസ് ചെയ്യുന്നത്, സിസ്റ്റം റെക്കഗ്നൈസ് ചെയ്യുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു അറ്റംപ്റ്റ് ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവരുത്. അതുപോലെ തന്നെ കറക്കി കുത്തുന്ന ആൾക്കാരോട് അവസാന നിമിഷം ചില ആൾക്കാർ കറക്കി കുത്തുന്നതായിട്ട് കാണും. അവസാനം പെട്ടെന്ന് കുറെ ക്വസ്റ്റ്യൻസ് മാർക്ക് ചെയ്യുന്നു. ഇതും ഇത്തരത്തിലൊരു അറ്റംപ്റ്റിന്റെ ഭാഗമായിട്ട് തന്നെ കൺസിഡർ ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം എല്ലാം ഫാസ്റ്റ് ആൻസറിങ് എന്ന ഒരു കൺസിഡറേഷനിൽ ഇതൊരു മാൽ പ്രാക്ടീസ് ആയിട്ട് ഒരുപക്ഷെ കൺസിഡർ ചെയ്യാം. ഇപ്പോൾ പ്രത്യേകിച്ചും ഈ നോട്ടീസിൽ മാൽ പ്രാക്ടീസുകൾ കണ്ടു കഴിഞ്ഞാൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 0 ടോളറൻസ് ആണ് SSC പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും മാൽ പ്രാക്ടീസ് കണ്ടെത്തി കഴിഞ്ഞാൽ, നമ്മൾ ഇത്തരത്തിലുള്ള ബിഹേവിയർ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ നമ്മൾ അത്തരത്തിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതല്ല എന്ന്, അങ്ങനെ അല്ലെങ്കിൽ കൂടി അത് പ്രൂവ് ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ആരും, വളരെ സീരിയസ് ആയിട്ട് പഠിക്കുന്ന ആൾക്കാരും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യരുത്. അതുകൊണ്ട് ഈ നോട്ടീസ് ശ്രദ്ധിക്കുക. അപ്പൊ ആദ്യം പറഞ്ഞ പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കുക. രണ്ടാമത്, ഡു നോട്ട് സ്പീക്ക് ടു ഓർ പീക്ക് ഇൻ ടു അതർ കാൻഡിഡേറ്റ്സ് കമ്പ്യൂട്ടർ ഡ്യൂറിങ് ദ എക്സാമിനേഷൻ. അതായത് നിങ്ങളുടെ മുമ്പിലുള്ള സിസ്റ്റത്തിൽ മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. തൊട്ടടുത്ത ആളോട് സംസാരിക്കുകയോ, എന്ത് കാരണമായിക്കോട്ടെ തൊട്ടടുത്തിരിക്കുന്ന ആളുകളോട് സംസാരിക്കുകയോ അല്ലെങ്കിൽ അവരുടെ കമ്പ്യൂട്ടറിലേക്ക് എത്തി നോക്കുകയോ യാതൊരു കാരണവശാലും ചെയ്യരുത് എന്ന് എടുത്ത് പറയുന്നുണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾ അങ്ങനെ ഒരു പ്രവണതയുള്ള ആൾക്കാരാണെങ്കിൽ അത് ചേഞ്ച് ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ തന്നെ നോക്കി നിങ്ങളുടെ വർക്കിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഒരു കാരണവശാലും അടുത്തിരിക്കുന്ന ഒരാളോട് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടോ മറ്റെന്ത് കാര്യങ്ങളിലും സംസാരിക്കാൻ നിൽക്കരുത്. അതുപോലെ ഡു നോട്ട് ലോക്ക് ആധാർ ബയോമെട്രിക്സ് എന്ന് പറയുന്നുണ്ട്. അതും എല്ലാവരും ശ്രദ്ധിക്കുക. ബയോമെട്രിക് വെരിഫിക്കേഷൻ ഇസ് മാൻഡേറ്ററി അറ്റ് ഡിഫറെന്റ് സ്റ്റേജസ്. അപ്പൊ ഈ ഒരു കാര്യം, ഈ 3 കാര്യങ്ങൾ നിങ്ങൾ സ്റ്റുഡൻസ് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി പറയുന്ന ഒരു പോയിന്റ് ശ്രദ്ധിച്ചേ. ഓൾ കാൻഡിഡേറ്റ്സ് ആർ വൺസ് അഗെയിൻ വാണ്ട് നോട്ട് ടു ഇൻഡൾജ് ഇൻ എനി മാൽ പ്രാക്ടീസസ്. The commission is committed to ensure fair and transparent exam. ഇത് സെപ്പറേറ്റ് ഒരു PDF ആയിട്ട് തന്നെ ഇഷ്യൂ ചെയ്താണ് ഇത്തരത്തിലൊരു കാര്യം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഈ ഒരു മാൽ പ്രാക്ടീസുകളൊക്കെ തടയാനുള്ള സ്ട്രിക്റ്റ് മെഷേഴ്സ് ആയിരിക്കും എടുക്കുന്നത്. അതുകൊണ്ട് ഇതൊരു അഡ്വൈസ് ആയിട്ട് കാണുക, അല്ലെങ്കിൽ ഒരു വാർണിംഗ് ആയിട്ട് നിങ്ങൾ എല്ലാവരും കാണാൻ ശ്രമിക്കുക. ഇത്രയും ഒരു വലിയ ഒരു PDF ആണ് നിങ്ങൾക്ക് കാണാൻ ശ്രമിക്കുന്നത്. ഇതിനകത്ത് ഓരോ കാര്യങ്ങളും പറയുന്നുണ്ട്. അതായത് മാൽ പ്രാക്ടീസുകൾ തടയാനായിട്ട് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ സ്ട്രിക്റ്റ് പോളിസി ഓഫ് 0 ടോളറൻസ് ടുവേർഡ്സ് മാൽ പ്രാക്ടീസസ് അഡോപ്റ്റ് ചെയ്യുകയാണ്. വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള മെഷേഴ്സ് ആയിരിക്കും എക്സാം ഹോളിലും നിങ്ങൾ അതിൽ കയറുന്നതിന് മുമ്പുമുള്ള പ്രൊസീജിയേഴ്സ്. അതുകൊണ്ട് തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ എടുത്ത് പറയുന്നത്? സർട്ടൺ മോഡ്സ് ഓഫ് മാൽ പ്രാക്ടീസസ് ഇൻ CBE ആൻഡ് ഡിറ്റക്ഷൻ മെഷേഴ്സ്. എന്തൊക്കെ മെഷേഴ്സ് ആണ് ഇപ്പോൾ പുതുതായിട്ട് അഡോപ്റ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത്? ഒന്ന്, റിമോട്ട് കൺട്രോൾ ഓഫ് നോട്ട്സ്. അതായത് അഡ്വാൻസ്ഡ് ടെക്നോളജിക്കൽ സൊല്യൂഷൻ ഹാവ് ബീൻ ഡിപ്ലോയ്ഡ് ടു ഡിറ്റക്ട് കേസസ് വെയർ എനി എക്സാമിനേഷൻ നോട്ട് ഈസ് ടേക്കൺ ഓൺ റിമോട്ട് കൺട്രോൾ. അതായത് നിങ്ങൾ പഠിക്കാൻ, നിങ്ങൾ എക്സാം എഴുതാൻ ഇരിക്കുന്ന കമ്പ്യൂട്ടർ റിമോട്ടായിട്ട് മറ്റേതെങ്കിലും സിസ്റ്റം വഴി കൺട്രോൾ ചെയ്ത് അത് ആൻസർ ചെയ്യുന്നത് തടയാനായിട്ട്, അതായത് നിങ്ങളുടെ സിസ്റ്റം മറ്റൊരു സ്ഥലത്ത് നിന്ന് കൺട്രോൾ ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങളൊന്നും നടക്കാതിരിക്കാനുള്ള സ്ട്രിക്റ്റ് റിമോട്ട് കൺട്രോൾ ഓഫ് നോട്ട്സ് അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇംപേഴ്സണേഷന്റെ കാര്യം പറയുന്നു. അതായത് പരീക്ഷയ്ക്ക് ആള് മാറി എഴുതുന്ന കാര്യം, മറ്റൊരാൾ നിങ്ങൾക്ക് വേണ്ടി പരീക്ഷ എഴുതുന്നു, ഒരാൾക്ക് പകരം മറ്റൊരാൾ പരീക്ഷ എഴുതുന്ന കാര്യം തടയാൻ വേണ്ടി രജിസ്ട്രേഷൻ സ്റ്റേജിൽ ആധാർ വെരിഫിക്കേഷൻ, ലോക്കലി ക്യാപ്ചേർഡ് ബയോമെട്രിക്സ് ആൻഡ് ഫേഷ്യൽ റെക്കഗ്നീഷൻ ആൻഡ് എൻട്രി ആൻഡ് എക്സിറ്റ് ആർ യൂസ്ഡ് ടു ഐഡന്റിഫൈ ഇംപേഴ്സണേഷൻ. രജിസ്ട്രേഷൻ സ്റ്റേജിൽ ആധാർ വെരിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ സ്വാപ്പ് ആഫ്റ്റർ നോഡ് അലോക്കേഷൻ. നോഡ് അലോട്ട് ചെയ്ത്, നിങ്ങൾക്ക് എക്സാമിനുള്ള നോഡ് അലോട്ട് ചെയ്തതിന് ശേഷം സ്വാപ്പ് നടക്കുന്നത്, ആള് മാറുന്നത് തടയാനായിട്ട് CCTV സർവേലൻസ് ആൻഡ് AI അനലിറ്റിക്സ് ആർ ഡിപ്ലോയിഡ് ടു ഫ്ലാഗ്
സച്ച് കേസസ്. അതിനുവേണ്ടി ഇത്തരത്തിലുള്ള മെഷേഴ്സും എടുക്കുന്നുണ്ട്. പിന്നെ പാസിംഗ് ഓഫ് ചിറ്റ്സ് അൺഫെയർ അസിസ്റ്റൻസ് ഇൻ എക്സാമിനേഷൻ ഹാള്. എക്സാമിനേഷൻ ഹാളിൽ നിങ്ങൾ എന്തെങ്കിലും തുണ്ട് പേപ്പറുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും അസിസ്റ്റൻസുകളോ കൊടുക്കുന്നതോ എന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടി CCTV ക്യാമറ ആൻഡ് AI ബേസ്ഡ് അനലിറ്റിക്സ് ആർ ആക്റ്റീവ്ലി മോണിറ്ററിംഗ് ടു ഡിറ്റക്ട് സച്ച് ആക്ടിവിറ്റീസ് എന്നാണ് പറഞ്ഞത്. ഡീറ്റെയിൽസ് ഓഫ് ഡീബാർഡ് കാൻഡിഡേറ്റ്സ് ഹാവ് ബീൻ മെയ്ഡ് പബ്ലിക് അറ്റ് SSC വെബ്സൈറ്റ്. അപ്പോൾ ഇങ്ങനെ ആരെങ്കിലും ഏതെങ്കിലും ഒരു ഇഷ്യൂയിൽ കണ്ടുപിടിച്ച് നിങ്ങളെ ഡീബാർ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഡീറ്റെയിൽ SSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എക്സാംസ് എഴുതാൻ പറ്റില്ല എന്നൊരു കാര്യവും പ്രത്യേകിച്ച് ശ്രദ്ധിച്ചോളുക. നിങ്ങൾ അത്തരത്തിൽ ഡീബാറിങ്ങിന് വിധേയമായ ഇങ്ങനെ എന്തെങ്കിലും ആക്ടിവിറ്റിക്ക് നിങ്ങൾ വിധേയനായ ആളാണ്, നിങ്ങളെ പിടിക്കപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സ്കോറുകൾ ഒരിക്കലും പ്രോസസ്സ് ചെയ്യില്ല എന്നാണ് എടുത്തു പറയുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരുപക്ഷെ നിങ്ങൾ കുറ്റക്കാരനല്ലായിരിക്കും, നിങ്ങൾ പക്ഷേ ഇങ്ങനെ എന്തെങ്കിലും നിങ്ങൾ അടുത്തിരിക്കുന്ന ആളുടെ കമ്പ്യൂട്ടറിലേക്ക് അബദ്ധത്തിൽ നോക്കി അല്ലെങ്കിൽ അടുത്ത ആളോട് സംസാരിച്ചു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടായാൽ ഒരുപക്ഷെ അതിന്റെ സത്യാവസ്ഥ പുറത്തു വരുന്നത് വരെ നിങ്ങൾ അതിനുവേണ്ടി ഒരുപക്ഷെ വാദിക്കേണ്ടി വരും. അപ്പം നിങ്ങൾ സീരിയസ് ആയിട്ട് ഈ പരീക്ഷയെ കാണുന്ന ആളുകളാണെങ്കിൽ അത്തരത്തിലുള്ള കാര്യത്തിലേക്കൊന്നും പോകരുത്. ആദ്യം ശ്രദ്ധിക്കേണ്ടത്, നേരത്തെ പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടി പറയട്ടെ, ഫാസ്റ്റ് ആൻസറിങ് സിസ്റ്റം പിടിക്കും. അതായത് പെട്ടെന്ന് നിങ്ങൾ ആൻസർ ചെയ്യുന്നുണ്ടെങ്കിൽ സെക്കൻഡുകൾ മാത്രം, ഒരു 10 സെക്കൻഡിലും 5 ചോദ്യം ചെയ്തു അല്ലെങ്കിൽ ഓരോ സെക്കൻഡിലും ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തു പോകുന്നു, ഇത്തരത്തിലുള്ള പ്രവണത ചെയ്യരുത്. അത് ഒന്നാമത് പറയുന്നത് നിങ്ങൾ ആൻസർ നിങ്ങളുടെ പേപ്പറിൽ എഴുതി വെച്ചതിന് ശേഷം ഫൈനലി ആൻസർ ചെയ്യുന്നവർക്കാണ്. അല്ലെങ്കിൽ ജസ്റ്റ് റാൻഡം ആയിട്ട് ലാസ്റ്റ് ഒരുമിച്ചിരുന്ന് ചുമ്മാതെ വെറുതെ കറക്കി കുത്തുന്ന ആൾക്കാർ, അവരെ സംബന്ധിച്ച് അവരുടെയൊക്കെ ഈ ഒരു അറ്റംപ്റ്റ് എന്ന് പറയുന്ന ഫാസ്റ്റ് ആൻസറിങ് എന്ന് പറയുന്ന തരത്തിലേക്ക് കൺസിഡർ ചെയ്ത് നിങ്ങളെ ഡീബാർ ചെയ്യപ്പെട്ടേക്കാം. ഓക്കെ, അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. SSC ആസ്പിരന്റ് ആണെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യുക. CGL എക്സാം തൊട്ട് മുമ്പിൽ വരാൻ പോകുന്നു. നാളെ മുതൽ അടുത്ത ദിവസം മുതൽ തന്നെ CGLന്റെ പരീക്ഷ സ്റ്റാർട്ട് ചെയ്യുകയാണ്. CGL എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കായിട്ട് നമ്മുടെ ദിശ അക്കാഡമിയുടെ ചാനലിൽ ഫ്രീ ക്ലാസ്സസ്, ലൈവ് ക്ലാസ്സുകൾ, ഫൈനൽ റിവിഷൻ എന്ന രീതിയിൽ പോകുന്നുണ്ട്. ഇനിയും അവസാനത്തെ എക്സാം പാറ്റേണിനെ ബേസ് ചെയ്ത്, അതായത് എക്സാം പാറ്റേണിന് എക്സ്പെക്ട് ചെയ്യാവുന്ന ചോദ്യങ്ങൾ, എക്സ്പെക്ട് ചെയ്യാവുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും ഒക്കെ വെച്ചുകൊണ്ടുള്ള ക്ലാസ് സീരീസുകൾ ഫ്രീ ആയിട്ട് ഒരുപാട് ക്ലാസ് സീരീസ് ലാസ്റ്റ് ഫൈനൽ ലാപ്പ് എന്ന പേരിൽ നമ്മൾ പോകുന്നുണ്ട്. അപ്പൊ ആ ക്ലാസ്സസ് എല്ലാവരും കാണുക, മാക്സിമം കാണുക. ഫൈനൽ പ്രിപ്പറേഷനിൽ ഇനി പുതിയ ടോപ്പിക്കുകൾ പഠിക്കാതെ റിവിഷൻ ചെയ്യുക, മോക്ക് ടെസ്റ്റുകൾ എഴുതുക. എക്സാമിന് തലേ ദിവസം വളരെ കാമായിട്ട് വൃത്തിയായിട്ട് കിടന്നുറങ്ങി തൊട്ടടുത്ത ദിവസം തന്നെ എക്സാമിന് വളരെ കംഫർട്ടബിൾ ആയിട്ട് പോവുക. ആവശ്യമില്ലാത്ത ടെൻഷൻസ് ഒന്നും വെക്കാതെ വളരെ കംഫർട്ടബിൾ ആയിട്ട് എഴുതുക. നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് പരീക്ഷകൾ എഴുതാൻ സാധിക്കട്ടെ. അതുപോലെ CGL എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് ചിലർക്കെങ്കിലും എക്സാമിന്റെ സിറ്റി ഇന്റിമേഷൻ ലാസ്റ്റിൽ വീണ്ടും ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ളവർ ഒന്നുകൂടെ ഒന്ന് വെരിഫൈ ചെയ്തോളാം, നിങ്ങളുടെ സിറ്റി ചേഞ്ച് ഉണ്ടോ, എക്സാം സിറ്റി നിങ്ങളുടെ എക്സാമിന് നിങ്ങൾക്ക് അലോട്ട് ചെയ്ത സിറ്റിക്ക് ചേഞ്ച് ഉണ്ടോ, അല്ലെങ്കിൽ ചിലർക്കെങ്കിലും വരാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ അവരൊന്നുകൂടെ ചെക്ക് ചെയ്യുക, നിങ്ങളുടെ എക്സാം സിറ്റിയുടെ ഡീറ്റെയിൽസ് ചേഞ്ച് ആയിട്ടുണ്ടോ എന്ന് വെരിഫൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. താങ്ക്